കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയോട് CPIM-ന് അവഗണനയാണ്. പറയാനുള്ള കാര്യം 4 വർഷമായിട്ട് ബിനീഷിന്റെ അംഗത്വം പുതുക്കുന്നില്ല. 3 തവണയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തോട് ബിനീഷ് ആവശ്യം ഉന്നയിച്ചത്. ലഹരിക്കേസിൽ പ്രതിയായതോടുകൂടി അംഗത്വം റദ്ദാക്കിയെങ്കിലും കുറ്റവിമുക്തനാക്കിയിട്ടും അംഗത്വം പുതുക്കിയിട്ടില്ല. അർജുൻ രാജ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് ഈ അംഗത്വം പുതുക്കാത്തതിലെ CPM വിശദീകരണം? സേതു, CPM സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം നൽകിയിട്ടില്ല. 2022 വരെ ബിനീഷ് കോടിയേരി CPM-ന്റെ ബ്രാഞ്ച് അംഗമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗമാണ് 2022 വരെ ബിനീഷ് കോടിയേരി. അതിനുശേഷം ബംഗളൂരുവിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് അംഗത്വം പിന്നീട് പുതുക്കാതിരുന്നത്. പക്ഷേ 3 വട്ടം ജില്ലാ നേതൃത്വം, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തോട് ഈ മെമ്പർഷിപ്പ് പുതുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. 2023 തൊട്ട് ഉള്ള കാലഘട്ടത്തിൽ 3 വട്ടം ആവശ്യപ്പെട്ടു. പക്ഷേ 3 തവണയും നിരാകരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്തിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കൂടിയാണ് ബിനീഷ് കോടിയേരി. പക്ഷേ ഇങ്ങനെ 3 വട്ടം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് കൂടിയും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച് ഒരു വിശദീകരണം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല വിവാദങ്ങൾ കണ്ണൂരിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായും പാർട്ടിയോട് സഹകരിച്ച് നിൽക്കുന്ന ആൾ കൂടിയാണ് ബിനീഷ് കോടിയേരിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ. എന്നിട്ട് കൂടിയും ബ്രാഞ്ച് അംഗത്വം എന്തുകൊണ്ട് പുതുക്കുന്നില്ല എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് ഒരു നിലപാട് ഇതുവരെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. ഓക്കെ, ശരി അർജുൻ.